കാര്യങ്ങൾ എത്തിയാൽ ഒരുപക്ഷെ എന്തായാലും കേരളത്തിന്റെ നോക്കുമ്പോൾ 8-7 അടുത്താണ് LDF മുന്നിട്ട് നിൽക്കുന്നത്, UDF ഒരിടത്താണ്. നിതിൻ എന്താണ് പറയാനുള്ളത്? ഏറ്റവും പുതിയ NDA കേരളത്തിൽ ലീഡ് ചെയ്യുന്നതാണ് സുപ്രധാന വാർത്ത കൂടെ പുറത്തു. മണ്ഡലം ഏതാണെന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു 5 വോട്ടിന്. ഇടതു വലതു സ്ഥാനാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം. പോസ്റ്റൽ ബാലറ്റുകളിൽ ഇത്തരത്തിൽ ഒരിക്കലുമില്ലാത്ത ഒരു ലീഡ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. 8 ഇടതുമുന്നണി, 6 UDF, 1 NDA. 15 സീറ്റുകളിലെ പോസ്റ്റൽ ബാലറ്റിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം, പൊന്നാനി, വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പോസ്റ്റൽ ബാലറ്റിന്റെ വിവരങ്ങൾ വന്നിട്ടില്ല. കണ്ണൂർ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത് കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് NDA, ആറ്റിങ്ങലിൽ LDF, കൊല്ലത്ത് LDF, പത്തനംതിട്ടയിൽ LDF, മാവേലിക്കരയിൽ LDF, ചാലക്കുടിയിൽ LDF, ആലത്തൂരിൽ LDF, പാലക്കാട് LDF, കാസർഗോഡ് LDF. അതായത് LDFന്റെ പരമ്പരാഗത കോട്ടക്കൊത്തളങ്ങളിൽ കഴിഞ്ഞ തവണ രാഹുൽ തരംഗത്തിൽ UDF പിടിച്ചെടുത്ത മണ്ഡലങ്ങളിൽ ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകളിൽ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. UDF അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് NDA ലീഡ് ചെയ്യുന്നു. ഇതൊരു ട്രെൻഡായി മാറുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ സാഹചര്യങ്ങൾ? കാരണം കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഗതികൾക്ക് നിർണായകമാകുന്ന പല സൂചനകളും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം 19-1 അല്ലെങ്കിൽ 18-2 എന്ന അനുപാതത്തെ അട്ടിമറിക്കാൻ LDFനായാൽ അത് ഭരണവിരുദ്ധ വികാരമില്ല, അത് മുഖ്യമന്ത്രി നയിച്ച തെരഞ്ഞെടുപ്പിന്റെ വിജയമാകും എന്നൊക്കെ അർത്ഥത്തിൽ LDFന് നിർണായകമാണ്. പ്രത്യേകിച്ച് CPIMന് നിർണായകമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നത്.